വടക്കൻ കേരളത്തിലെ വേറിട്ട കാഴ്ചകൾ തേടി വിസ്മയ വ്യക്തിത്വങ്ങളെ തേടി ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. പ്രിയപ്പെട്ടവരെ, നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കോറോത്തെ കാനായി എന്ന ഗ്രാമത്തിലേക്കാണ്. അവിടെ 66 വയസ്സുള്ള ഒരു മനുഷ്യൻ 26-ാം വയസ്സിൽ ആരംഭിച്ച തിരുവായുധ നിർമ്മാണം ഇപ്പോഴും അനസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 65ഓളം ക്ഷേത്രങ്ങളിൽ തിരുവായുധങ്ങൾ നിർമ്മിച്ചു നൽകിയ രവി കാനായിയുടെ പണിപ്പുരയിലേക്ക് നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നു. കാണാം, കേൾക്കാം ആ വിശേഷങ്ങൾ. കേരളത്തിൻ്റെ സ്വന്തം അനുഷ്ഠാന കലയാണ് തെയ്യങ്ങൾ. ഒന്നുകുറെ 40 തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന നിരവധി കാവുകളും ക്ഷേത്രങ്ങളും പള്ളിയറകളും ഈ നാട്ടുഗ്രാമങ്ങളിലുണ്ട്. ഓരോ തെയ്യക്കോലങ്ങളും വേഷത്തിലും ഭാവത്തിലും അനുഷ്ഠാനത്തിലും വ്യത്യസ്തങ്ങളാണ്. അതുപോലെ തന്നെ തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന തിരുവായുധങ്ങൾക്കും വ്യത്യാസമുണ്ട് ഏറെ. വ്യത്യസ്തങ്ങളായ ആ തിരുവായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശില്പിയാണ് രവി കാനായി. അദ്ദേഹം കുട്ടിക്കാലത്ത് ആരിൽ നിന്നാണ് ഈ തിരുവായുധ നിർമ്മാണം പരിശീലിച്ചത് എന്നറിയണ്ടേ? ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മേഖലയിലേക്ക് അദ്ദേഹം ആകർഷിക്കാൻ ഇടയായത്? കേൾക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഇത് പണി പഠിക്കാൻ വേണ്ടിയിട്ട്, പണി പഠിക്കാനല്ല, ഈ പണിയുടെ സ്ഥലത്ത് നിന്ന് വരും, കളിക്കാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അച്ഛനും കൂടെ തിരിച്ചു കൊടുക്കും ആക്കും. അപ്പോൾ അച്ഛൻ പറയും ചെറിയ പ്രായത്തിനുള്ള ഒരു ആ കത്തീൻ്റെ പറ്റ് മുറിച്ചിടുക പറയും, ആ പറ്റ് മുറിച്ചിടും. അങ്ങനെ ആയെല്ലാം കൂടെ എനിക്ക് ഈ പണീനെ പറ്റി നല്ല താല്പര്യം. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഈ പണി എല്ലാം കുറേശ്ശെ മനസ്സിലാക്കി. ഒരു 10-15 വയസ്സ് മുതൽ ഞാൻ കുറേശ്ശെ പണി എടുക്കാൻ തുടങ്ങി. അതിന് ശേഷം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്, എൻ്റെ ആപ്പൻ്റെ കൂടെയാണ് ഞാൻ ഈ ക്ഷേത്രങ്ങളിലത്തെ ഈ പണിയെല്ലാം പഠിക്കാൻ ഞാൻ ഇവരുടെ കൂടെ പോകും. ചെറുപ്പത്തിൽ ഞാൻ ഓരോ സ്ഥലത്ത് പോകും ഇവരുടെ. അങ്ങനെയെല്ലാം മനസ്സിലാക്കി ഇളയപ്പൻ പിന്നെ പണിയെടുക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇളയപ്പൻ എന്നോട് പറഞ്ഞു, നീ ഇനി ഈ ആയുധത്തിൻ്റെ എല്ലാം പണിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എടുക്കാൻ തുടങ്ങി. അത് ഇളയപ്പൻ തന്നെ കൊണ്ടു കൊടുക്കും. അങ്ങനെയായി. പിന്നെ അതിന് ശേഷം കാലശേഷം ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ നാട്ടിൽ നിന്ന് പണ്ട് ധാരാളം പണിയുടെ സമയത്താണ് ഈ ഞേങ്ങോല്, കണ്ടത്തിൽ പണിയെടുക്കുന്നതിൻ്റെ ഞേങ്ങോല്, മൂരുന്ന കത്തി, അങ്ങനെയുള്ള പണിയെല്ലാം ധാരാളം ഉണ്ടായി. ഇപ്പോൾ ആ പണിയെല്ലാം കുറഞ്ഞു. അങ്ങനെ ഈ പഴയ പണികളെല്ലാം വളരെ നന്നായി എനിക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചു. അത് ആൾക്കാരെല്ലാം നല്ല രീതിക്ക് വരും, പണിയെടുപ്പിക്കുകയും ചെയ്യും. എൻ്റെ ശരിക്കും ഗുരു നീ സ്വന്തമായിട്ട് പണിയെടുത്തോ, എനിക്ക് അതിൻ്റെ ശരിക്ക് അതിൻ്റെ അധികാരം തന്നിന് എൻ്റെ അച്ഛൻ്റെ അനിയനാണ്. അച്ഛൻ്റെ കൂടെ പണിയെടുത്തോല്ലോ. പിന്നെ അച്ഛൻ ഇതിനിടയ്ക്ക് പെട്ടെന്ന് മരിച്ചു പോയല്ലോ. അതുകൊണ്ട് അച്ഛന് പിന്നെ അത് സ്വന്തമായിട്ട് എടുത്തോന്നില്ല പറയാനില്ല ഇതുണ്ടായിട്ടില്ല. അത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ അച്ഛൻ്റെ ഏട്ടനും ഇത് ഇരുമ്പോണിക്കാരാണ്. പിന്നെ ഈ അച്ഛൻ്റെ അനിയനും ഇരുമ്പോണിക്കാരാണ്. കൂടുതൽ പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഞാൻ മാത്രമേ ഈ പണി ചെയ്തു വരുന്നില്ല, വേറെ ആരുമില്ല. ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞു. നമ്മളെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഈ പണി എടുക്കുന്നില്ല. ഏട്ടന്മാരൊന്നും, എൻ്റെ ഏട്ടനൊന്നും ഈ പണി പഠിച്ചിട്ടില്ല. അവരെല്ലാം മറ്റുള്ള പണിയിലേക്ക് പോയി. അനിയൻ മെക്കാനിക്കിൻ്റെ പണിയിലേക്ക് പോയി. പിന്നെ വേറെ വണ്ടീൻ്റെ വെൽഡിങ്ങിൻ്റെ പണിയിലേക്ക് പോയി. പിന്നെ എൻ്റെ വില്ലച്ചൻ്റെ മക്കൾ ചില ആൾക്കാർ ഇതിൻ്റെ പണി എടുത്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പം അവരിപ്പോൾ എടുക്കാത്ത രീതിയിലായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പണി എടുക്കുന്നത് ഞാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പരിസരത്തുള്ള സ്ഥലത്തേക്കുള്ള എല്ലാ പണികളും നമ്മൾ എടുത്തു കൊടുക്കണം.
ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പണികളെല്ലാം പിന്നെ മനസ്സിലാക്കി. രാവിലെ ഇങ്ങോട്ട് വരും, കുട്ടികൾ വരും, അതിൽ വന്ന ഉടനെ കഞ്ഞിയെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ അന്ന് പിന്നെ സ്കൂളിൽ കഞ്ഞിയൊന്നുമില്ലല്ലോ. വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷം ഇവിടെ അച്ഛൻ്റെ കൂടെ ആദ്യം വന്ന് പണിയെല്ലാം എടുക്കും. പിന്നെ അവിടുന്ന് മാഷന്മാരും പറഞ്ഞ് എൻ്റെ പിന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ആ പിശ കത്തിയാക്കി കൊണ്ടുതരണം എന്ന് പറയും. അത് ചിലപ്പോൾ എന്നോട് കൊണ്ടുത്തരും. മാഷന്മാർ പറയും മറ്റുള്ളവരില്ല കാണാതെ കണ്ട്, കുട്ടികളൊന്നും കാണാതെ ഉണ്ട് എൻ്റെ ഞങ്ങളെ കൈശം കൊണ്ടുതരണം എന്ന് പറയും. അങ്ങനെ കൊണ്ടു കൊടുക്കും. ആറ് പതിറ്റാണ്ട് പിന്നിടുന്ന രവി കാനായിയുടെ സേവന സമർപ്പിതമായ ജീവിതം. ഈ കാലയളവിൽ രവി കാനായി ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ ഏതൊക്കെ തെയ്യക്കോലങ്ങൾക്കാണ് തിരുവായുധങ്ങൾ നിർമ്മിച്ചു നൽകിയത് എന്ന് അറിയണ്ടേ? ഞാൻ ക്ഷേത്രത്തിലേക്ക് തിരുവായുധങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് നമ്മളെ ഇവിടെ അടുത്ത് തന്നെ പിന്നെ വള്ളിക്കെട്ട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ആടത്തേക്കാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. അതിന് ശേഷം പിന്നെ രാമപുരം ഉള്ളൂർകാളി ക്ഷേത്രത്തിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാലിരാരൂഢം മണ്ണുമ്മൽ അറേക്കലക്കാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എരമം മുച്ചിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മടപ്പരയുണ്ട്, അവിടത്തേക്ക് മുത്തപ്പൻ്റെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ ഇപ്പോൾ മണിയറ പൂമാലക്കാവാണ്. പൂമാലക്കാവിലേക്ക് ഞാൻ പുതുതായിട്ട് ഒരായുധം മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എൻ്റെ വെളിച്ചൻ ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നെ അതിന് ശേഷം ചെറുച്ചേരി പുതിയഗതി ക്ഷേത്രത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തോട്ടംകടവിൽ മടപ്പരയിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കണക്കഞ്ചേരി ഭഗവതി ക്ഷേത്രമുണ്ട് ഇവിടെ അർത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ 2-3 സ്ഥലത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട്, തറവാട് ക്ഷേത്രങ്ങൾ തന്നെ. പിന്നെ കടന്നപ്പള്ളിയുണ്ട്, 2-4 സ്ഥലത്ത് കടന്നപ്പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പയ്യന്നൂർ ഞാൻ കൊണ്ടുവച്ചാൻ വേണ്ടിയിട്ടായത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. രാമന്തളി കൊടുത്തിട്ടുണ്ട്. രാമന്തളിയുണ്ട്, ചെറുവത്തൂരുണ്ട്, ആലക്കാട്ടുണ്ട്, കോറം ആലക്കാട്ട്. പിന്നെ കോറം ഉണ്ട്, 2-3 ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ആലപ്പടമ്പ് ആടെ കണ്ണങ്ങാട്ട്, പിന്നെ ആടെ 4 സ്ഥലത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓലയമ്പാടിയുണ്ട്, ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മാധവങ്ങലം പാണപ്പുഴ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ അവിടെ മുത്തപ്പൻകാവ് എന്ന് പറയും, ഇവിടെ അത് സ്ഥലം പിന്നെ ആദികടലായിയാണ്, അവിടത്തേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂത്തുപറമ്പ് മമ്പറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2 സ്ഥലത്തേക്ക് അവിടത്തേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള വാളുകൾ, ശൂലം, കഠാരകൾ, അമ്പും വില്ലും, പരിച, അങ്ങനെ ഓരോ തെയ്യക്കോലങ്ങൾക്കും വൈവിധ്യങ്ങളായ ആയുധങ്ങളാണ്. അത്തരം തിരുവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്? മറ്റ് ആയുധ നിർമ്മാണം പോലെയല്ല തിരുവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹക്കൂട്ടുകൾ. അവ എവിടുന്ന് ഇദ്ദേഹം ശേഖരിക്കുന്നു എന്നും അതോടൊപ്പം അമ്പും വില്ലുമൊക്കെ ഉണ്ടാക്കാനുള്ള ചൂരലും മറ്റ് സാമഗ്രികളും എങ്ങനെയാണ് തരപ്പെടുത്തുന്നതെന്നും കേൾക്കാം.
ആയുധം ഉണ്ടാക്കുന്നത് പിന്നെ തായ്പേർ ദേവത അമ്മ അവരായുധം ഉണ്ടാക്കലുണ്ട്. പിന്നെ കുണ്ടോർ ചാമണ്ടി ആയുധം ഉണ്ടാക്കലുണ്ട്. കുറത്തിയമ്മേൻ്റെ ആയുധം ഉണ്ടാക്കലുണ്ട്. പിന്നെ വാലിത്തെയ്യത്തിൻ്റെ ആയുധം ഉണ്ടാക്കലുണ്ട്. പിന്നെ വിഷ്ണുമൂർത്തിയുടെ ആയുധം, പിന്നെ കുടിവീരൻ തെയ്യത്തിൻ്റെ ആയുധം, മുത്തപ്പൻ തെയ്യത്തിൻ്റെ ആയുധം, ഗുളികൻ്റെ ശൂലം, പിന്നെ അതെല്ലാം ഉണ്ടാക്കും. പിന്നെ അതിന് മിക്ക തെയ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാലോ. അതിന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് ചിലവർ അവർ പറയും നമ്മളെ കണക്ക് പ്രകാരം ആക്കണം. ഞാൻ പറയും അത് നിങ്ങളെ കണക്ക് അത് ശരിയാണെങ്കിലും അതുപോലെ ആക്കാം, അല്ലെങ്കിൽ ഞാൻ കണക്ക് ഒപ്പിച്ചിട്ട് ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ അങ്ങനെ മതി എന്ന് പറയും. അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കുക. ഓരോരോ തെയ്യത്തിനും കണക്കുണ്ട്. അതിൻ്റെ ആ രീതിയിൽ ചെയ്യും. ഈ തായ്പേർ ദേവത ആയുധത്തിന് ഒരു 2 അപങ്ങലം കുറച്ചിട്ട് മറ്റുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളതെന്നായിട്ടുള്ളത്. അതിൽ അങ്ങൂരം വെച്ച് കണക്ക് വെച്ചിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഇരുമ്പുരുക്കെല്ലാം പയ്യന്നൂരിൽ മണിക്കാം. അതിൻ്റെ ബാക്കി പിച്ചള സാധനങ്ങളെല്ലാം മണിക്കണമെങ്കിൽ കോഴിക്കോടോ കണ്ണൂരോ പോകണം. കണ്ണൂർ ആയിക്കരപ്പോയ ചില സമയത്ത് കിട്ടും. അല്ലെങ്കിൽ കോഴിക്കോട് വില്ലങ്ങാടി പോയിട്ട് ആ സാധനം മേടിച്ചുകൊണ്ടുണ്ട്. പിന്നെ ചൂരൽ തലശ്ശേരി വിൽക്കുന്ന സ്ഥലമുണ്ട്. ഈ പോലീസുകാരുടെ വടിയെല്ലാം വിൽക്കുന്ന ഒരു കടയുണ്ട്. വടിയെല്ലാം വിൽക്കുക. അവിടെ പോയിട്ടാണ് ചൂരെല്ലാം എല്ലാം മേടിച്ചുകൊണ്ട് കൊണ്ടുവരൽ. പിന്നെ അതിന് ചരട് കിട്ടുന്നതെല്ലാം നല്ല പിച്ചളേൻ്റെ കമ്പിയിൽ പിരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലോഹക്കൂട്ട് പറഞ്ഞാൽ ഇരുമ്പൂരിക്കാന്ന് ഇതിൻ്റെ ആയുധത്തിനെടുക്കൽ. പിന്നെ അതിൻ്റെ പിച്ചള തന്നെ ഇതിന് കാറ് എന്ന് പറയും. മണി ചെറിയ അത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പിച്ചളേനെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പിച്ചളയുടെ ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ തെയ്യത്തിൻ്റെ ഇടത്തെന്ന് പറയും. ഇനി ഇടത്തെ കൈ പിടിക്കുന്ന പലിശ അത് ഉണ്ടാക്കുന്നതുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ്. അത് നല്ല ശബ്ദവും കാര്യമെല്ലാം കിട്ടും അത് ആയിക്കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധം എന്ന് വെച്ചാൽ അത് അടി തൊട്ട് മേലെ തൊട്ടിട്ട് അടിവരെയും ഒരേ ജോയിൻ്റൊന്നുമില്ല. അത് ഒരേ കഷ്ണം ഇരുമ്പിലാണ് അടിച്ചിട്ട് എടുക്കുക. അത് റെഡിമെയ്ഡ് കാണുമ്പോൾ അത് നടുക്ക് വെച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് വെച്ചിട്ട് കെട്ടലാണ്. അപ്പോൾ അതിന് ശബ്ദവും കുറയും, ഉറപ്പും കുറയും. അത് നമ്മൾ പിന്നെ അവിടെ അഴിവുകളുണ്ടാവാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മൾ ആയുധം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഏറെ പ്രയാസകരമാണ് ഈ തിരുവായുധങ്ങളുടെ നിർമ്മാണ രീതികൾ. നമുക്കറിയാം, വൈവിധ്യങ്ങളായ ഈ ആയുധങ്ങൾ ഓരോന്നും വളരെ സൂക്ഷ്മ ശ്രദ്ധയോടുകൂടി നിർമ്മിച്ചെടുക്കേണ്ടവയാണ്. വർഷങ്ങളോളം ഈടു നിൽക്കേണ്ടുന്ന ഈ തിരുവായുധങ്ങളുടെ നിർമ്മാണ രീതി എത്ര ദിവസമെടുക്കും ഒരായുധം നിർമ്മിക്കാൻ? തീർച്ചയായിട്ടും അതിനെപ്പറ്റിയും പറയാനുണ്ട് രവി കാനായിക്ക്. ഭഗവതിയുടെ ആയുധം ഉണ്ടാക്കാൻ ഒരു 3 ദിവസം എടുക്കും. അത് എടുക്കുന്ന സമയത്ത് ഞാൻ അത് വളരെ കൃത്യമായി നിന്നിട്ട് ചെയ്യലില്ല. മത്സ്യമാംസങ്ങളോ വീട്ടിൽ ശുദ്ധി ഇല്ല സമയത്ത് എടുക്കും. അത് മാത്രം ഇത് പാചകം പിടി ഉറപ്പിക്കൽ പറയണം. അത് ചെയ്യൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ ദിവസം. അല്ലെങ്കിൽ കറുത്ത ബാവ്, ഈ ഉഗ്രമൂർത്തികളെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് കറുത്ത ബാവായിട്ട് അതിൻ്റെ ബാവിന് ആയ ദിവസമാണ് അതിൻ്റെ പാചകവും പിടി ഉറപ്പിക്കൽ. അങ്ങനെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടത് അച്ഛൻ്റെ അനിയൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന തിരുവായുധം ഒരു പലകൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ നിൽക്കും. ചാരി വെക്കണ്ട. ചാരി വെക്കാതെ തന്നെ നേരെ നിൽക്കും. അത് അതിൻ്റെ അളവും തൂക്കും ഒരേ കറക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുക. അല്ലാത്ത ആയുധം നേരെ നിൽക്കാൻ പോലും. ചാരി വെച്ചാലേ ആയുധം നിൽക്കുമല്ലോ. ഞാനുണ്ടാക്കുന്ന ആയുധം അത് വേണ്ട. നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ നിൽക്കും. പിടത്തമ്മൽ വെച്ച് കഴിഞ്ഞാൽ തന്ത്രിമാർക്ക് തന്നെ അവർക്കും വേണമെങ്കിൽ പ്രതിഷ്ഠപ്പെടുത്തുന്ന വില ആയുധം നേരെ വെക്കാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് അതിന് വളരെ മനസ്സ് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ചെയ്യാനാവൂ. ഇപ്പം ഓരോ കടയിലെല്ലാം വാങ്ങിക്കേണ്ട അതൊന്നും ഒരൊറ്റ ആയുധവും വെച്ചാൽ നിൽക്കില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയുകയും ചെയ്യില്ല. പിന്നെ നമ്മളെപ്പോലെ അടുത്ത് വന്നിട്ട് അതിൻ്റെ
കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പണിയെടുക്കുന്നവർ അവർ കുറച്ചിലാണല്ലോ, അതുകൊണ്ട് അവർ ചിലപ്പം വരൂലായിരിക്കും. വന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തിന് മാത്രം പറഞ്ഞു കൊടുക്കൂല, അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം താല്പര്യമില്ലവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. തൻ്റെ പൂർവികരിൽ നിന്നും വ്രതനിഷ്ഠയോടെ കുട്ടിക്കാലത്ത് തന്നെ താൻ പരിശീലിച്ചെടുത്ത ഈ നിർമ്മാണ അറിവുകൾ അടുത്ത തലമുറക്കും പകർന്നു നൽകണമെന്ന് രവി കാനായിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പുത്തൻ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ആർക്കും അതിൽ വലിയ താല്പര്യമില്ല. തൻ്റെ കാലശേഷവും ഈ നിർമ്മാണ രീതി അറിയുന്ന ആരെങ്കിലും ഈ ഭൂമുഖത്ത് ശേഷിച്ചിരിക്കണമെന്ന വലിയ ആഗ്രഹം ഈ ശില്പിക്കുണ്ട്. ആരെങ്കിലും പൂർണ്ണമായി ഈ ആയുധങ്ങളുടെ നിർമ്മാണ രീതി മനസ്സിലാക്കാനും ആത്മാർത്ഥതയോടെ ജീവിതായോധനത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് രവി കാനായുടെ സമീപത്തേക്ക് കടന്നു വരാം. അദ്ദേഹം ഒരു നല്ല ഗുരുനാഥനും കൂടിയായിരിക്കും. കൊല്ലപ്പണി പഠിക്കാനായിട്ട് നമ്മളെ സമുദായത്തിലുള്ള ആൾക്കാരും ഇനി വരുന്നില്ല. നമ്മളെ സമുദായം എന്നല്ല, പുറമേലവരും ആരും വരുന്നില്ല. താല്പര്യം വളരെ കുറവാണ്. ഇപ്പോൾ ഇതെങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഓരോ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ പോയി ആയുധം കടഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പരിപാടി കൊല്ലത്തിൽ തെയ്യം കഴിക്കുന്ന സ്ഥലത്ത് അതിന് തന്നെ ഇപ്പോൾ ആൾ ഇല്ലാതെ ഇപ്പം കാണുന്നത്. ഇപ്പം പിന്നെ നമ്മൾ മക്കളും ഇതിൻ്റെ പണിയൊന്നും പഠിച്ചിട്ട് പിന്നെ എൻ്റെ കൂടെ ഇപ്പം വരുന്നുണ്ട്. എൻ്റെ പിന്നെ അത് എന്നാലും അവർ പഠിക്കാനൊരു നല്ലൊരു താല്പര്യം കാണിക്കുന്നില്ല. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചെറുപ്പക്കാർ ആരും ഇല്ല. ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുസരിച്ച് മനസ്സിലാക്കിയും കൊണ്ടായിരിക്കും ഈ പണിയെടുക്കുന്ന സമയത്ത് പിന്നെ ഇരുമ്പ് ഇത് കരി ഉണ്ടാക്കണം, പിടിക്കണം, പിന്നെ കുറച്ച് മനക്കെട്ടിരിക്കണം, കരി പിറങ്ങണം, ആ രീതിയിലായതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു വരാതിരിക്കുന്നത്. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 1-2 അതിൻ്റെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഈ രംഗത്ത് ഇറങ്ങി എടുക്കുന്നൊന്നുമില്ല. പണി പയ്യന്നൂരിലുള്ള ആൾ പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ ആളെല്ലാം അതിൽ 1-2 വന്നിട്ട് അവൻ നിങ്ങൾ ഇത് ഈ വാളിൻ്റെ പണി മാത്രം പഠിച്ചാൽ പോരെ, ഇതിൻ്റെ എല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ കൊല്ലപ്പണി എല്ലാം പഠിക്കണം. ആദ്യം മുതൽ പഠിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു രൂപം, കൊല്ലപ്പണിയുടെ രൂപം വരുമെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ രാവും പകലും പണിയെടുത്താലേ പറഞ്ഞ സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി തിരുവായുധങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും നൽകാൻ ഇദ്ദേഹത്തിന് കഴിയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടിനായി വ്രതനിഷ്ഠയോടെ ഒരു കുടുംബവും പൂർണ്ണ പിന്തുണയുമായി രവി കാനായിയോടൊപ്പമുണ്ട്. ആ കുടുംബവിശേഷങ്ങൾ എൻ്റെ പേര് കൊല്ലൻ്റെ ബി എന്നാണ് പറയുക. എൻ്റെ ഭാര്യയുടെ പേര് വിമല, മകൻ്റെ പേര് ബിജൽ രാജ്, മകളുടെ പേര് ശില്പ, മകൻ്റെ ഭാര്യയുടെ പേര് അഞ്ജു, മകളുണ്ട്, ഒരു മോളുണ്ട്, പിന്നെ മോന് ഒരു മോളുണ്ട്. പതിറ്റാണ്ട് പിന്നിടുന്ന സേവന സമർപ്പിതമായ രവി കാനായി എന്ന തിരുവായുധ നിർമ്മാണ ശില്പിയുടെ നിർമ്മാണപ്പുരയിലെ വിശേഷങ്ങളാണ്, തിരുവായുധ നിർമ്മാണ വിശേഷങ്ങളാണ് നേർക്കാഴ്ച ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി, വിസ്മയ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി,
നമസ്കാരം.